ഹായ് ഫ്രണ്ട്സ്, വീട് പണി നടക്കുമ്പോൾ വീടിന് ഫിനിഷിംഗ് സ്റ്റേജിൽ പെയിൻറ്റിങ് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള പെയിൻറ്റ് വേണ്ടേ. ഇവിടെ ഒരു പെയിൻറ്റിങ് നടക്കുന്ന സൈറ്റിൽ നമ്മൾ പോയി നോക്കുകയാണ്, അവിടുത്തെ അവസ്ഥകളും അവിടെ ഏത് പെയിൻറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ. ലക്ഷങ്ങൾ ചിലവാക്കി നിങ്ങളുടെ വീട്ടിൽ പെയിന്റ് അടിക്കുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഇല്ലെങ്കിൽ വെറും 6 മാസം കൊണ്ടൊക്കെ വീട് കരയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. എന്താ ഈ ചെയ്യുന്നത്? നിങ്ങൾ പെയിന്റിൽ ഇത്ര വെള്ളം ഒഴിക്കുക, ഇത് പെയിന്റ് മിക്സിങ്ങോ അതോ കറി ഉണ്ടാക്കുകയാണോ? ഇത് സൂത്രപ്പണിയാണ്. കുറച്ച് വെള്ളം കൂട്ടിയാൽ ഒരു സൂത്രപ്പണിയാണ്, കുറച്ച് പൈസ ലാഭിക്കാം. പൈസ ലാഭിക്കാനുള്ള ഈ ഒരു സൂത്രപ്പണിയിൽ വീട് നശിച്ചു പോകും. വീടിനെ സംരക്ഷിക്കാൻ ഇതിലും മികച്ചൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തട്ടെ. നോക്കട്ടെ. ഇതാണ് ഡോക്ടർ ഫിക്സിറ്റിന്റെ റെയിൻകോട്ട് സ്റ്റാർ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട് അടിപൊളി പെയിന്റ് ഫിനിഷിംഗ് കിട്ടും, അതുപോലെ തന്നെ വർഷങ്ങളോളം വാട്ടർ പ്രൂഫിന്റെ ഒരു സെക്യൂരിറ്റിയും കൂടി ലഭിക്കുന്നു. സാധാ വീടിന് പെയിന്റ് അടിച്ചാൽ വീട് രസമുണ്ടാവും. നിങ്ങൾ പറഞ്ഞ കണക്കിന് ഈ പെയിന്റ് അടിച്ചാൽ വെട്ടി തിളങ്ങുമെന്നാണോ പറയുന്നത്? പിന്നെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങും, മറ്റുള്ളവരെ കണ്ണിൽ എടുത്തു കാണിക്കുന്ന ഒരു ഫിനിഷ് തന്നെയാണ് ഇതിൻ്റെത്. ഓഹോ, എന്നാ ഒന്ന് കാണാലോ. എക്സ്റ്റീരിയർ ചുമരിനെ പെയിന്റിനെ വിശ്വസിച്ച് അടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് ഒട്ടും അനുയോജ്യമല്ല ഇതുപോലുള്ള പെയിന്റ് പൊതുവെ വീടിനടിക്കുന്നത് സംരക്ഷണം തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പെയിന്റിങ്ങാർ അതിൽ വെള്ളം ചേർത്ത് അത് പെയിന്റ് അടിച്ച് ഫിനിഷിങ് മാത്രമേ കിട്ടുള്ളൂ. ഒരു 4-5 മാസം കൊണ്ട് തന്നെ കംപ്ലൈന്റ് ആവുന്ന അവസ്ഥയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ 40% പെയിന്റില് വാട്ടർ വെച്ചിട്ടാണ് പരിപാടി പെയിന്റ് അടിക്കുന്നത്. വെള്ളം കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ ശക്തി കുറയും. പക്ഷെ യഥാർത്ഥത്തില് വീടിനെ കാണാൻ ഭംഗി മാത്രം പോരാ, വീടിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ പെയിന്റിന്റെ കൂടെ വാട്ടർ പ്രൂഫിംഗ് പ്രൊട്ടക്ഷനും കൂടെ വേണം. വെള്ളം ചേർക്കുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും ചേർക്കണ്ടെന്ന് എഴുതി വെച്ചിട്ടാണ് വിൽക്കുന്നത്. ഇത് നോക്കി, സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്, നോ വാട്ടർ. ഒരിക്കലും വെള്ളം ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രൊഡക്റ്റ്. അത് തന്നെ മതി, ഒറ്റ പ്രൊഡക്റ്റ് മതി വീടിന്റെ ഫിനിഷിങ്ങിനും വാട്ടർ പ്രൂഫിങ്ങിനും. ഇതിപ്പോ പെയിന്റിങ്ങാർക്കാണല്ലേ കുറ്റം? അത് പെയിന്റിങ്ങാരെ കുറവല്ല. വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ പെയിന്റർമാര് പെയിന്റിൽ വെള്ളം ചേർത്താണ് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീടിന്റെ ചുമരുകൾ ഈർപ്പം വലിച്ചെടുത്തു അതിൽ ക്രാക്കുകൾ കാണിക്കുകയും ചെയ്യുന്നതാണ്. അല്ല, അതുകൊണ്ട് ഈ വാട്ടർ പ്രൂഫ് അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെയിന്റ് ഫിനിഷ് കിട്ടുകയും ചെയ്യും, അതിന്റെ കൂടെ തന്നെ വാളിന് ഒരു വാട്ടർ പ്രൂഫിംഗ് കവറേജ് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല പെയിന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കളറിൽ ലഭിക്കുമല്ലോ. ഈ ഒരു പ്രൊഡക്റ്റിൽ 1000ഓളം കളർ ഷെയ്ഡുകൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീടിന് ഏത് കളർ പെയിന്റ് അടിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ റെയിൻകോട്ട് സ്റ്റാർ ഉപയോഗിക്കുക. അത് നമുക്ക് വീടിന്റെ ഏത് ടോണിലേക്കും കളർ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. ഒരിക്കലും ഒരു വാട്ടർ പ്രൂഫ് മാത്രമല്ല, ഇത് വാട്ടർ പ്രൂഫ് പെയിന്റ് പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ സാധാരണ പെയിന്റ് അടിക്കുന്ന പെയിന്റിങ്ങിന്റെ സമയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് അടിക്കുമ്പോൾ 30% വരെ ഫാസ്റ്റ് ആയിരിക്കും വീട് പണി. നിങ്ങൾ കുറെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല, സമയമില്ലത് കളയണ്ട. ഞാനൊരു ഈ പെരക്ക് ഈ ടിന്നടിച്ചിട്ട് പാക്കറ്റ് അടിച്ചിട്ട് ഞാൻ നോക്കട്ടെ. ഇത് വെറുതെ പറയുന്ന കാര്യമില്ല, ഞാൻ യഥാർത്ഥം പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പെയിന്റ് അടിച്ച് നേരെ ടെസ്റ്റ് ചെയ്യാം. അതിനപ്പുറം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അവിടുന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി തന്നിട്ടേ പോകണുള്ളൂ. നമ്മളിവിടെ 2 സിമെന്റ് പാനലുകൾ വെച്ചിട്ടുണ്ട്. രണ്ടിലും 2 തരം പെയിന്റ് ആണ് അടിക്കുന്നത്. ഒന്ന് ഒരു സാധാരണ പെയിന്റ് ആണ്, വീടുകളിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അടിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതിൽ നമ്മൾ അടിക്കാൻ പോകുന്നത് റെയിൻകോട്ട് സ്റ്റാർ ആണ്. ഇത് രണ്ടും ഇപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് വെള്ളം അതിലാക്കിയിട്ട് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. സാധാരണ പെയിന്റ് അടിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. എന്നാൽ വാട്ടർ പ്രൂഫിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ അടിക്കുന്നതുകൊണ്ട് നല്ല തിക്നെസ് ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ച് വെള്ളം ആക്കി നോക്കാം. സാധാരണ പെയിന്റ് അടിച്ചതിൽ ഇങ്ങനെ ആക്കുമ്പോൾ അത് വലിച്ചെടുക്കും. നമുക്ക് കുറച്ച് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെയൊക്കെ അത് വലിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റിൽ നമ്മൾ ആക്കുകയാണെങ്കിൽ റെയിൻകോട്ട് സ്റ്റാറിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ചേമ്പിലയിൽ നിൽക്കുന്ന പോലെ ഒഴുകി അങ്ങ് പോകും, അതൊരിക്കലും വലിച്ചെടുക്കുന്നില്ല. ഇതാണ് ഈ 2 പ്രൊഡക്റ്റും തമ്മിലുള്ള മാറ്റം. മഴയത്ത് കുട പിടിക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ട് അല്ലേ? അത് തന്നെയാണ് വേണ്ടത്. നമ്മളൊരു വീടിനൊരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും റീപെയിന്റ് പാച്ച് വർക്ക് നടത്തി പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അതെ അതെ, അത് ആരും ആഗ്രഹിക്കുന്നില്ല. ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ ഭയങ്കര ലാഭമല്ല ഇങ്ങനെ ആകുമ്പോൾ, വെള്ളം കുടിക്കുന്നേ അല്ല. ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട് സ്റ്റാർ 7 വർഷ വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സാധാരണ വീടിന് പെയിന്റ് അടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? തുടക്കം തേപ്പ് കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് വൈറ്റ് സിമെന്റ് അടിക്കും. വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് അത് എല്ലാം സെറ്റിങ്ങും കാര്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്മൂത്ത് പേപ്പർ കൊണ്ടൊന്ന് ഇട്ടിട്ട് പ്രൈമർ അടിക്കും. പ്രൈമർ അടിച്ചിട്ട് അതിന്റെ തവണയായിട്ട് എമൽഷൻ അടിക്കും. അത് എല്ലാ കമ്പനികളും പറയുന്നത് 3 കോട്ടാണ്. അത് 2 ഒതുങ്ങും.
കാശിനനുസരിച്ച് അതെ. നടക്കും. പിന്നെ ഈ പുട്ടിയിടുകയാണെങ്കിൽ പൊട്ടിയിലാണെങ്കിലും ആദ്യം ശരിക്ക് ചുമര് ഒരു പൂപ്പും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം വാഷ് ചെയ്ത് കളയണം. അല്ലാതെ ഞാൻ കാലം കൊണ്ട് പൊള്ളം വരും. അപ്പോൾ നമുക്ക് ഡാമേജ് വരും. അപ്പോൾ അതിലെ കഴുകി വൃത്തിയാക്കിയിട്ട് പൊട്ടി 2 കോട്ട് കൊടുത്തിട്ട് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് പ്രൈമർ അടിക്കാം. വീട് പണിയിൽ പെയിന്റിങ്ങിന് വളരെയധികം പ്രാധാന്യം ഉണ്ടല്ലോ. ഏറ്റവും അവസാന സ്റ്റേജിൽ വരുന്ന പെയിന്റിങ് ഫിനിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട് ഭംഗിയാക്കാനുള്ളതാണ്. പക്ഷെ പലപ്പോഴും വാട്ടർ പ്രൂഫ് എന്നുള്ള ഒരു മേഖല നിങ്ങൾ ടച്ച് ചെയ്യാതെ പോകുമ്പോൾ വീട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. അത് നമ്മൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീട് പണിയിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യേണ്ട. വീട് അത്രയും ഭംഗിയായിട്ട് കൊണ്ടുവന്ന് അവസാനം അതിൽ വെറുതെ ഒരു പെയിൻ്റ് അടിച്ച് ഒഴിവാക്കുന്നതിന് പകരം വാട്ടർ പ്രൂഫ് അടങ്ങിയ പെയിൻറ്റുകൾ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട് സേഫായി. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഈ വീടിൻ്റെ പെയിൻറ്റിങ്ങുകാരൻ ഞാൻ തന്നെ, സംരക്ഷകനും ഞാൻ തന്നെ. അതിന് എന്നെ സഹായിക്കുന്നത് റെയിൻകോട്ട് സ്റ്റാറാണ്.